+1 കെമിസ്ട്രിയുടെ ചാപ്റ്റർ 1 സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ പബ്ലിക് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ പാർട്ട് 2 ആണിത്. പാർട്ട് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ട്. 2024 ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇത് മാർച്ച് 2023 ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലർ ഫോർമുല. കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 48 gram ഓഫ് മീഥേൻ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ബന്ധം. നമുക്കറിയാം മോളിക്കുലർ ഫോർമുല എന്താണ്? ഒരു മോളിക്യൂളിന്റെ കറക്റ്റ് അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ അതിന്റെ എണ്ണം അനുസരിച്ചുള്ള ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല അല്ലെ. എംപിരിക്കൽ ഫോർമുല എന്താണ്? സിംപ്ലസ്റ്റ് ഫോർമുല ഓഫ് എ കോമ്പൗണ്ട് വിച്ച് ഗീവ്സ് ഓൺലി റേഷ്യോ ഓഫ് ഡിഫറെന്റ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് കോമ്പൗണ്ട്. മോളിക്കുലർ ഫോർമുല ഈസ് ആക്ച്വൽ ഫോർമുല ഓഫ് കോമ്പൗണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാർബണും ഓക്സിജനും ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ട്. അപ്പോൾ കാർബണിന്റെ എണ്ണം 3ഉം ഓക്സിജന്റെ എണ്ണം 12ഉം ആണ്. ഒരു ഇമാജിനറി കോമ്പൗണ്ട് ആണ്. ഇങ്ങനെയാണെങ്കിൽ 12 കാർബൺ 3 ഓക്സിജൻ 12 ഇങ്ങനെ ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ മോളിക്കുലർ ഫോർമുല എന്തായിരിക്കും? ആക്ച്വലി ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് വെച്ചിട്ടുള്ള ഫോർമുല തന്നെയായിരിക്കും മോളിക്കുലർ ഫോർമുല. ഇനി എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ ഇതിനെ കുറച്ചുകൂടി ചെറുതാക്കാൻ പറ്റുമോ നോക്കാം. ഇപ്പൊ 2ഉം 3ന്റെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ. ഇപ്പൊ 2നെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ കാർബണിന്റെ എണ്ണം 1 ആയി, ഓക്സിജന്റെ എണ്ണം 12/3 4ആയി. അപ്പൊ CO4 എന്ന് നമുക്ക് എഴുതാം. ഇതാണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ ആക്ച്വൽ ഫോർമുലയാണ് മോളിക്കുലർ ഫോർമുല എങ്കിൽ അതിന്റെ സിംപ്ലസ്റ്റ് ഫോം ആണ് എംപിരിക്കൽ ഫോർമുല. അപ്പോൾ മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് CH2O ആണ്. പക്ഷെ അതിന്റെ മോളിക്കുലർ ഫോർമുല C6H12O6 ആണ്. ഇതിലെല്ലാത്തിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? C1H2O1 എന്ന് കിട്ടും. അതാണ് CH2O. അപ്പൊ ഈ രീതിയിലാണ് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കുന്നത്. ഇനി മോളിക്കുലർ ഫോർമുല എംപിരിക്കൽ ഫോർമുല ആയിട്ടുള്ള റിലേഷൻ എന്താണ്? മോളിക്കുലർ ഫോർമുല ഈസ് ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ഇൻറ്റു N, വേർ N ഈസ് മോളിക്കുലർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. ഇപ്പൊ എംപിരിക്കൽ ഫോർമുലയെ N വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലർ ഫോർമുല കിട്ടും. ഇനി ഇവിടെ N എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആണ്. മോളിക്കുലർ മാസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഇപ്പോൾ ഒരു കോമ്പൗണ്ട് എടുത്താൽ അതിന്റെ മോളിക്കുലർ മാസ്, കാർബണിന്റെ മാസ് 12 ആണെന്ന് നമുക്കറിയാം. 6 എണ്ണം ഉണ്ടെങ്കിൽ 12 × 6. ഹൈഡ്രജന്റെ മാസ് 1 ആണെന്നറിയാം. 12 എണ്ണം ഉണ്ടെങ്കിൽ 1 × 12. അതുപോലെ ഓക്സിജന്റെ മാസ് 16 ആണെന്നറിയാം. 16 × 6. അങ്ങനെയാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കണ്ടുപിടിക്കും? എംപിരിക്കൽ ഫോർമുലയിലുള്ള ആ മോളിക്യൂൾസിന്റെ എണ്ണം നോക്കിയിട്ട് കാർബൺ ഇവിടെ 12 ഒരെണ്ണേ ഉള്ളൂ, ഹൈഡ്രജൻ 2 × 1 2, ഓക്സിജൻ 16. അപ്പൊ ഈ രീതിയിൽ കണ്ടുപിടിക്കുക. ദെൻ മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് N. ആ വാല്യൂ വെച്ചിട്ട് നമ്മുടെ എംപിരിക്കൽ ഫോർമുലേനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മോളിക്കുലർ മാസ് അല്ലെങ്കിൽ മോളിക്കുലർ ഫോർമുല നമുക്ക് കിട്ടും. അത് നമുക്ക് വിശദമായിട്ട് അടുത്ത വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ ചെയ്യാം. അപ്പൊ എംപിരിക്കൽ ഫോർമുലയും മോളിക്കുലർ ഫോർമുലയും തമ്മിലുള്ള ഒരു വ്യത്യാസം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. മോളിക്കുലർ ഫോർമുല എങ്ങനെ കണ്ടുപിടിക്കുക? എംപിരിക്കൽ ഫോർമുല N വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ N എന്ന് പറയുന്നത് മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് ഓക്സിജൻ റിക്വയർഡ് ഫോർ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 48 gram ഓഫ് മീഥേൻ. 48 gram മീഥേന്റെ കംപ്ലീറ്റ് കമ്പഷൻ എത്ര ഓക്സിജൻ വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മീഥേന്റെ കമ്പഷന്റെ ഇക്വേഷൻ നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. മീഥേനും ഓക്സിജനും കൂടി ചേർന്ന് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് ഓരോന്നും നമ്മൾ ഈ ഇക്വേഷൻ എണ്ണം ലെഫ്റ്റിലും റൈറ്റിലുള്ള ഹൈഡ്രജന്റെ ഓക്സിജന്റെയും കാർബണിന്റെ എണ്ണം വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ഈ ഫോർമുല എഴുതിയിരിക്കുന്നത്. വാട്ടർ 2 എണ്ണം ഉണ്ട്, ഓക്സിജൻ 2 ഉണ്ട്, ബാക്കി CH4ഉം CO2 ഓരോ മോള്. ഇനി നമ്മൾ ഇതിന്റെ മോളിക്കുലർ മാസ് കണ്ടുപിടിക്കുകയാണ്. കാർബൺ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ് നമുക്കറിയാം. 12 + 4 × 1 16 gram കിട്ടും. ഓക്സിജന്റെ മാസ് 16 ആണ്. 16 4 64. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് കാർബൺ 12, ഓക്സിജൻ 16 × 2 32. അപ്പൊ 44 കിട്ടി. വാട്ടർ ഹൈഡ്രജന്റെ 1 ആണ്. അപ്പം ഹൈഡ്രജൻ 4 എണ്ണം ഉണ്ട്. 4 1 4 പ്ലസ് ഓക്സിജൻ 32. അങ്ങനെ 36 gram കിട്ടി. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 48 gram മീഥേന്റെ കംപ്ലീറ്റ് കമ്പഷന് വേണ്ടി എത്ര ഓക്സിജൻ വേണമെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ മീഥേൻ എത്ര എന്നാ പറഞ്ഞത്? 48 gram. അപ്പൊ 16 ഗ്രാമിന് എത്ര ഓക്സിജൻ വേണം നമുക്കറിയാം. 16 ഗ്രാമിന് വേണ്ടത് 64 gram ഓക്സിജൻ ആണ്. അങ്ങനെയാണെങ്കിൽ 48 ഗ്രാമിന് എത്ര വേണം? നമ്മൾ പറഞ്ഞ ഇക്വേഷൻ പോലെ തന്നെ 64/16 × 48. എപ്പോഴാണെങ്കിലും മീഥേന്റെ എമൗണ്ട് ആണ് ഇവിടെ, ഓക്സിജന്റെ ആണ് ഇവിടെ എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. റൈറ്റിലുള്ളത് ഡിവൈഡഡ് ബൈ ലെഫ്റ്റ് ഡിവൈഡഡ് ബൈ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ 64/16 × 48. 16 3 ആണ് 48, അല്ല 16 4 ആണ് 64 നമുക്കറിയാം. 48 × 4 ആയിരിക്കും നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് 192 gram. അപ്പൊ ഈ രീതിയിൽ നമുക്ക് എമൗണ്ട് ഓഫ് ഓക്സിജൻ കണ്ടുപിടിക്കാൻ പറ്റും.
അടുത്തത് ഡിഫൈൻ മൊളാരിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞിരിക്കുന്നതാണ്, 2024 ഈ ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. ദെൻ സ്റ്റേറ്റ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്താണെന്ന് പഠിച്ചാൽ മാത്രം മതി. ഇപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ എന്താ പറയുന്നത്? Given compound always contains exactly same proportion of elements by weight, or same compound always contains same elements combined in a fixed ratio by mass. നമുക്കറിയാം ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമ്മൾ ശ്വസിച്ചതിന് ശേഷം പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അതുപോലെ വാട്ടറിൽ ഉയർന്ന പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് മിക്സ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്തിട്ടാണ് സോഡ വാട്ടർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അന്റാർട്ടിക്കയിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇവിടെ ഓരോ ഭാഗത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെയും റേഷ്യോ തമ്മിൽ വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ കാർബണിന്റെ അളവ്, കാർബണിന്റെ മാസ് 12ഉം ഓക്സിജൻ 16 × 2 32 ആണ്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ കാർബൺ ഓക്സൈഡ് കമ്പൈൻ ചെയ്യുന്ന ഒരു മാസ് ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കേസിൽ 3:8 ആണ് നമുക്ക് പറയാം. അതിനെ 2നെയും 4 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എപ്പോഴും ഒരു ഗിവൺ കോമ്പൗണ്ടിന് എപ്പോഴും സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ ഒരു എലമെന്റ് ഫോം ചെയ്തിരിക്കുന്ന ഡിഫറെന്റ് അറ്റ്മോസ്ഫിയറിലാണെങ്കിലും അവരുടെ ആ ഒരു റേഷ്യോയ്ക്ക് വ്യത്യാസം ഉണ്ടാവില്ല. അതാണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ പറയുന്നത്. ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് എക്സാക്ട്ലി സെയിം പ്രപ്പോർഷൻ ഓഫ് എലമെന്റ്സ് ബൈ വെയിറ്റ്. അതിനൊരു എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പ്രസന്റ് ഇൻ 220 gram ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഓക്കെ, ഗിവൺ മാസ് നമുക്ക് എന്തായാലും മാസ് തന്നിട്ടുണ്ടാവും. ആ മാസ് എഴുതുക ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് നമുക്ക് ഓൾറെഡി എത്ര 220 ആണ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. കാർബണിന്റെ 12 ആണ്, ഓക്സിജൻ 16 ആണ്. 16ന് 2 എണ്ണം ഉണ്ട്, അപ്പൊ 32. 32ഉം 12ഉം 44 ആണ് മോളാർ മാസ്. 220 ഡിവൈഡഡ് ബൈ 44 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡിന്റെ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ദാറ്റ് ഇസ് 5. അപ്പൊ ഈ രീതിയിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. ഗിവൺ മാസ് ഇൻ ഗ്രാം ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇനി ഒക്ടോബർ 2022 ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം ഡിഫറെന്റ് കോമ്പൗണ്ട്സ് നെയിംലി വാട്ടർ ആൻഡ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സ്റ്റേറ്റ് ദ റിലേറ്റഡ് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. വാട്ട് ഈസ് മീൻ ബൈ ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടോ? ലിമിറ്റിംഗ് റിയേജന്റ് അടുത്ത ക്വസ്റ്റ്യൻ വന്നു. എല്ലാ എക്സാമിനും ലിമിറ്റിംഗ് റിയേജന്റ് ഉറപ്പായിട്ടുണ്ട്. അതുപോലെ ഈ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പൊ ഹൈഡ്രജൻ കമ്പൈൻ ചെയ്ത് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വാട്ടർ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്, H2O2. അപ്പൊ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ലോ ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 2 ആറ്റംസ് തന്നെ കൂടി ചേർന്ന് ഡിഫറെന്റ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന ഏതാ? മൾട്ടിപ്പിൾ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ ആണ്. അപ്പൊ എങ്ങനെയായിരിക്കും? ഫിക്സഡ് മാസ് ഓഫ് വൺ ഓഫ് ദി കോമ്പൗണ്ട്, ദെൻ H2O2 ആണ്. ഫിക്സഡ് മാസ് ഓഫ് വൺ ഓഫ് ദി കോമ്പൗണ്ട്, H2ന്റെ ഫിക്സഡ് മാസ് ആണ്. ഇനി ഓക്സിജന്റെ മാസ് എങ്ങനെയായിരിക്കും? ഒരു വോൾ നമ്പർ റേഷ്യോ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഓക്സിജന്റെ മാസ് 16 ആണ്, ഹൈഡ്രജൻ പെറോക്സൈഡിൽ 32 ആണ്. അപ്പൊ 16:32 അല്ലെങ്കിൽ 1:2. അതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ പറയുന്നത്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് 2 elements combine to form more than one compound, different masses of one of the elements that combine with a fixed mass of the other element are in small whole number ratio. Okay. അടുത്ത ക്വസ്റ്റ്യൻ. An organic compound on analysis gave the following composition. Carbon 40%, hydrogen 6.66%, oxygen 53.34%. മോളിക്കുലർ ഫോർമുല തന്നിട്ടുണ്ട്. മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട്, മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമ്മൾ എംപിരിക്കൽ ഫോർമുല മുമ്പേ പറഞ്ഞല്ലോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കോമ്പോസിഷൻ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കണം. ദെൻ അതിൽ നിന്ന് നമുക്ക് മോളിക്കുലർ ഫോർമുല കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ തന്നിരിക്കുന്ന കോമ്പൗണ്ട്സ് ഇവിടെ എഴുതുക. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, അതിന്റെ പെർസെന്റേജ് 40, 6.66, 53.34 എഴുതി. ദെൻ ഓരോന്നിന്റെ അറ്റോമിക് മാസ് എഴുതുക. ഈ ഒരു കോളം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അറ്റോമിക് മാസ് കാർബണിന്റെ 12 ആണ്, ഹൈഡ്രജൻ 1 ആണ്, ഓക്സിജൻ 16 ആണെന്ന് നമുക്കറിയാം. ഇനി പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് ചെയ്യുക. 40/12, 6.66 ഡിവൈഡഡ് ബൈ 1, 53.34 ഡിവൈഡഡ് ബൈ 16. കിട്ടിയിരിക്കുന്ന വാല്യൂസ് തമ്മിൽ ഒരു ബന്ധമുണ്ട് അല്ലെ? 3.33യുടെ ഇരട്ടിയാണ് 6.66. ഇതും സെയിം വാല്യൂ തന്നെയാണ്. ഇനി പെർസെന്റേജ് ബൈ അറ്റോമിക് മാസ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് സിമ്പിൾ റേഷ്യോയിലേക്ക് മാറ്റുക. ഇത് ഇവിടെ എല്ലാത്തിനെയും 3.33 വെച്ച് ഡിവൈഡ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ നമുക്ക് 1ഉം 2ഉം 1ഉം കിട്ടി. അതായത് സിമ്പിൾ ആയിട്ടുള്ള റേഷ്യോ കിട്ടി. സിമ്പിൾ വോൾ നമ്പർ റേഷ്യോ 1:1. അപ്പോൾ കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. ഓരോന്നിന്റെ റേഷ്യോ നമുക്ക് എന്താ കിട്ടിയത്? കാർബൺ 1, ഹൈഡ്രജൻ 2, ഓക്സിജൻ 1. അപ്പൊ ഈ നമുക്ക് കിട്ടിയത് എംപിരിക്കൽ ഫോർമുലയാണ് അല്ലെ? ഇനി മോളിക്കുലർ മാസ് എത്രയാണ് തന്നിരിക്കുന്നത്?
90 തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല മാസ് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എംപിരിക്കൽ ഫോർമുല മാസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ കാർബണിന്റെ 12 ആണ്. 12 × 1 പ്ലസ് 2 × 1 പ്ലസ് 1 × 16 ഓരോന്നിന്റെ നമ്പർ ഇൻറ്റു അതിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കാം. 16 × 26 2 28 30 ആയിരിക്കും നമുക്ക് കിട്ടുന്ന എംപിരിക്കൽ ഫോർമുല മാസ്. അപ്പൊ മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. എന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന എത്രയാ? 90/30 3 ഈ 3 ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ചെയ്യുമ്പോൾ നമ്മുടെ കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ മാസ് കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പെർസെന്റേജ് എഴുതുക, അറ്റോമിക് മാസ് എഴുതുക, പെർസെന്റേജ് ഡിവൈഡഡ് ബൈ അറ്റോമിക് മാസ് കാണുക. ഉറപ്പായിട്ടോ തമ്മിൽ ഒരു സിമ്പിൾ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതിൽ ഏതെങ്കിലും ചെറിയ വാല്യൂ വെച്ച് ബാക്കിയുള്ളതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ സിമ്പിൾ റേഷ്യോയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്യുക. ദെൻ ആ കിട്ടിയിരിക്കുന്ന എണ്ണം തന്നെയാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജന്റെ എണ്ണം. ഇപ്പൊ കിട്ടിയിരിക്കുന്നത് എംപിരിക്കൽ ഫോർമുല ആയിരിക്കും. എംപിരിക്കൽ ഫോർമുല കിട്ടിയാലേ ഇതിലുള്ള ഓരോ ആറ്റത്തിന്റെയും നമ്പർ ഇൻറ്റു മോളിക്കുലാർ മാസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അറ്റോമിക് മാസ് ചെയ്യുമ്പോൾ ആ കോമ്പൗണ്ടിന്റെ എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടും. ദെൻ മോളിക്കുലാർ മാസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. മോളിക്കുലാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്നിന്റെ വാല്യൂ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ചെയ്യുമ്പോൾ മോളിക്കുലാർ ഫോർമുല കിട്ടും. ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. എംപിരിക്കൽ ഫോർമുല CH2O ആണ്. എംപിരിക്കൽ ഫോർമുല മാസ് 30 നമ്മൾ ആഡ് ചെയ്ത് കണ്ടുപിടിച്ചു. മോളാർ മാസ് ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു. മോളാർ മാസ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ് ചെയ്തപ്പോൾ എന്നിന്റെ വാല്യൂ കിട്ടി. ആ എന്നിന്റെ വാല്യൂ വെച്ച് എംപിരിക്കൽ ഫോർമുലേനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ മോളിക്കുലാർ ഫോർമുല കിട്ടി. സിമ്പിളാണ്. ആ സ്റ്റെപ്പുകൾ ഒരു തവണ ഒന്ന് എഴുതി പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാവുന്നുള്ളൂ. ഇതൊക്കെ ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. അടുത്തത് മാർച്ച് 2022 ക്വസ്റ്റ്യൻ. കൺസിഡർ റിയാക്ഷൻ ഇൻ വിച്ച് 3 gram of hydrogen reacts with 30 gram of oxygen to form water under suitable conditions. ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് വാട്ടർ ഉണ്ടാകുന്ന റിയാക്ഷൻ തന്നെയാണ് തന്നിരിക്കുന്നത്. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ഓഫ് മോൾസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഗിവൺ മാസ് ബൈ മോളാർ മാസ്. അപ്പൊ 3 gram ഹൈഡ്രജൻ ആണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഈസ് ഈക്വൽ ടു 3 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് അറ്റോമിക് മാസ്. ഗിവൺ മാസ് 3 ആണ്, അറ്റോമിക് മാസ് 1 ആണ്. അപ്പൊ 3/1 ആയിരിക്കും അതിന്റെ നമ്പർ ഓഫ് മോൾസ്. ഇനി 30 gram ഓക്സിജൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 30 ഡിവൈഡഡ് ബൈ നമ്പർ നമ്മുടെ അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ അത് എത്രയാണ്? 16. അപ്പൊ 30/16 ആയിരിക്കും നമ്പർ ഓഫ് മോൾസ് ഓഫ് ഓക്സിജൻ. അപ്പൊ ഈ രീതിയിൽ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹൈഡ്രജൻ എന്ന് പറയുന്നത് H2 ആണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം H2 O2 കൂടി ചേർന്നാണല്ലോ വാട്ടർ ഫോം ചെയ്യുന്നത്. ആ കേസിൽ നമ്മൾ H2 ആവുമ്പോൾ ഒരു ഹൈഡ്രജന്റെ മാസ് 1 ആണ്. അപ്പൊ 2 ഹൈഡ്രജന്റെ മാസ് 2 × 1 2 ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ 3/2 1/1.5 മോളും ഓക്സിജന്റെ 30 ഒരു ഓക്സിജൻ 16, 2 ഓക്സിജൻ 32. അത് ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ 30/32 ചെയ്ത് രണ്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ് ആൻഡ് കാൽക്കുലേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിയാക്ഷൻ. അപ്പൊ നമ്മുടെ റിയാക്ഷൻ നമുക്ക് ഓൾറെഡി അറിയാം. 2H2 + O2 gives 2H2O. അതിനകത്ത് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ എത്ര വീതം തന്നിരിക്കുന്നത്? 3 gram ഹൈഡ്രജനും 30 gram ഓക്സിജനും ആണ് തന്നിരിക്കുന്നത്. ഇക്വേഷൻ നമുക്കറിയാം. 2H2 + O2 gives 2H2O. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇക്വേഷനിലുള്ള മാസ് കണ്ടുപിടിച്ച് എഴുതുക. ഹൈഡ്രജന്റെ മാസ് 1 ആണെന്ന് നമുക്കറിയാം. 4 എണ്ണം ഉണ്ട്. 4 gram ഓക്സിജൻ ഒരെണ്ണത്തിന്റെ മാസ് 16. അപ്പൊ 2 എണ്ണം 32. 2H2O 36 gram. ഇനി നമുക്ക് തന്നിരിക്കുന്ന എത്രയാണ്? 3 gram ഹൈഡ്രജനും പിന്നെ 30 gram ഓക്സിജനും ആണ് തന്നിരിക്കുന്നത് അല്ലേ? എത്ര ഗ്രാം വാട്ടർ ഉണ്ടാവും എന്നും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഇതേപടി പ്രവർത്തിക്കില്ലെന്ന് നമുക്കറിയാം. ലിമിറ്റിംഗ് റിയേജന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4 gram ഹൈഡ്രജനോട് റിയാക്ട് ചെയ്യുന്നത് 32 gram ഓക്സിജൻ ആണെങ്കിൽ 3 gram ഹൈഡ്രജനോട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? 4 ഗ്രാമിനോട് റിയാക്ട് ചെയ്യാൻ 32 gram ആണ് വേണ്ടതെങ്കിൽ 3 gram ഹൈഡ്രജനോട് റിയാക്ട് ചെയ്യാൻ എത്ര ഗ്രാം ഓക്സിജൻ വേണം? എത്ര വേണം? 32 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 3 ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്നത് 8 × 3 24 gram ആണ്. ഓക്കെ. ഇനി 30 gram നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 3 gram ഹൈഡ്രജനേ ഉള്ളൂ. ഓക്സിജൻ 24 gram മതിയായിരുന്നു. പക്ഷെ 30 തന്നിട്ടുണ്ട്. അപ്പൊ കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. അതുകൊണ്ട് ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ 3 gram ഉള്ളൂ. അതിനോട് റിയാക്ട് ചെയ്യുന്ന എത്ര ഗ്രാം ഓക്സിജൻ ആണ്? 24 gram ഓക്സിജനെ ഉള്ളൂ. ഇനി 4 gram ഹൈഡ്രജനും 32 gram ഓക്സിജനും ചേർന്ന് 36 gram വാട്ടർ ഉണ്ടാവുമെങ്കിൽ 3 gram ഹൈഡ്രജനും 24 gram ഓക്സിജനും ചേർന്ന് എത്ര ഉണ്ടാവും? 27 gram വാട്ടർ. ഇത് ജസ്റ്റ് ആഡ് ചെയ്ത് എഴുതിയാൽ മതി.
അപ്പോൾ 27 ഗ്രാം വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ലിമിറ്റിംഗ് റിയേജന്റ് ഇവിടെ ഹൈഡ്രജൻ ആണ്. കാരണം ഹൈഡ്രജൻ 3 ഗ്രാമേ ഉള്ളൂ. 3 ഗ്രാമിനോട് റിയാക്ട് ചെയ്യണമെങ്കിൽ 24 ഗ്രാം ഓക്സിജൻ മതി. 30 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം കണ്ടുപിടിക്കാം. എല്ലാ തവണയും ലിമിറ്റിംഗ് റിയേജന്റ് എന്താണ് അല്ലെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഒരു പ്രോബ്ലം മസ്റ്റായിട്ട് ഉണ്ടാവും കേട്ടോ. അടുത്തത് ഡിസംബർ 2021 ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഗ്രാം produced by reaction between 3 mole of methane and 2 mole of oxygen according to equation methane plus oxygen gives carbon dioxide plus water. നമ്മൾ ഓൾറെഡി ഇതിന്റെ ഒരു പ്രോബ്ലം നമ്മൾ കണ്ടിരുന്നു മുമ്പേ അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻസ് എത്രമാത്രം റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇവിടെ ഇപ്പം നമുക്ക് ഓൾറെഡി ഇക്വേഷനും തന്നിട്ടുണ്ട്. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 3 മോൾ മീഥൈനും 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. 3 മോൾ മീഥൈൻ. അപ്പൊ ഇവിടെ 1 മോൾ മീഥൈനോട് റിയാക്ട് ചെയ്യുന്നത് എത്ര മോൾ ഓക്സിജൻ ആണ്? 2 മോൾ ഓക്സിജൻ ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ 1 മോൾ മീഥൈനോട് റിയാക്ട് ചെയ്യുന്നത് 2 മോൾ ഓക്സിജൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 മോൾ മീഥൈനോട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ഓക്സിജൻ വേണം? 1 മോളിന് 2 മോൾ ആണെങ്കിൽ 3 മോളിന് എത്ര വേണം? 2/1 × 3 അല്ലെ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം 6 മോൾ എത്ര വേണം? ഓക്സിജൻ വേണം അല്ലേ. 1 മോൾ മീഥൈനോട് റിയാക്ട് ചെയ്യാൻ 2 മോൾ ഓക്സിജൻ ആണ് വേണ്ടതെങ്കിൽ അത് നമുക്ക് ഇവിടെ ഇക്വേഷൻ നോക്കി കണ്ടുപിടിക്കാം കേട്ടോ. ഓക്സിജന്റെ ലെഫ്റ്റ് സൈഡിൽ 2 ആണ്, CH4 ലെഫ്റ്റ് സൈഡിൽ 1 ആണ്. അപ്പോൾ 1 മോൾ മീഥൈനോട് റിയാക്ട് ചെയ്യാൻ 2 മോൾ ഓക്സിജൻ. അങ്ങനെയാണെങ്കിൽ 3 മോൾ മീഥൈനോട് റിയാക്ട് ചെയ്യാൻ എത്ര മോൾ ഓക്സിജൻ വേണം? 2/1 × 3 അല്ലേ. നമുക്ക് കിട്ടുന്ന എത്രയാണ്? 6 മോൾ ഓക്സിജൻ ആണ് വേണ്ടത്. ഇനി നമുക്ക് എത്ര തന്നിട്ടുണ്ട്? 3 മോൾ CH4ഉം 3 മോൾ CH4ഉം 2 മോൾ ഓക്സിജനുമേ തന്നിട്ടുള്ളൂ. ഓക്കെ, 2 മോൾ മതിയോ? നമുക്ക് പോരാ. നമുക്ക് 6 മോൾ വേണം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ. അപ്പൊ ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ഓക്സിജൻ ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്. 6 മോൾ വേണമായിരുന്നു, പക്ഷെ എത്രയേ ഉള്ളൂ? 2 മോളേ ഉള്ളൂ. ഇനി ഐഡന്റിഫൈ ലിമിറ്റിംഗ് റിയേജന്റ്. കാൽക്കുലേറ്റ് മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ഗ്രാം പ്രൊഡ്യൂസ്ഡ് ബൈ റിയാക്ഷൻ ബിറ്റ്വീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്രാമിലുള്ള മാസ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ആദ്യം അറിയാം 3 മോൾ മീഥൈന് റിയാക്ട് ചെയ്യാൻ 6 മോൾ ഓക്സിജൻ വേണം. അതില്ല. ഓക്കെ, അപ്പൊ പിന്നെ എത്രയേ ഉള്ളൂ? 2 മോൾ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യണമെങ്കിൽ 1 മോൾ മീഥൈൻ മതി അല്ലേ. അപ്പൊ 2 മോൾ ഓക്സിജനെ നമുക്ക് തന്നിട്ടുള്ളൂ. 2 മോളിനോട് റിയാക്ട് ചെയ്യണമെങ്കിൽ 1 മോൾ മീഥൈൻ മതി. അത് തന്നെയല്ലേ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. 1 മോൾ മീഥൈനും 2 മോൾ ഓക്സിജനും റിയാക്ട് ചെയ്യുമ്പോൾ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് നമുക്ക് കിട്ടുന്നത്? നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ 1 മോൾ എന്നാണല്ലോ, ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ ഒന്നുമില്ല. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളിക്കുലാർ മാസ് 12 + 16 × 2 44 ഗ്രാം ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു ഇക്വേഷൻ പോലെ തന്നെയാണ് തന്നിരിക്കുന്ന റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ 44 ഗ്രാം ആയിരിക്കും കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമൗണ്ട്. അക്കോർഡിംഗ് ടു ഇക്വേഷൻ 2 മോൾ ഓക്സിജൻ റിക്വയർസ് 1 മോൾ മീഥൈൻ. 2 മോൾ ഓക്സിജന് 1 മോൾ മീഥൈൻ ആണ് വേണ്ടത്. 3 മോൾ CH4 കിട്ടിയാലും 1 മോൾ മാത്രമേ കമ്പഷൻ നടക്കുള്ളൂ. കാരണം ഓക്സിജൻ 2 മോളേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് എത്രയാണ്? 1 മോൾ തന്നെയാണ്. അതിന്റെ വെയിറ്റ് 44 ഗ്രാം ആണ്. അതുകൊണ്ട് ഓക്സിജൻ ആണ് ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ്. അത് കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്യുന്നു. ഓക്കെ, അടുത്തത് മൊളാരിറ്റി ഡിഫൈൻ ചെയ്യുക. സ്റ്റേറ്റ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. നമ്മൾ ഓൾറെഡി കണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഓൾറെഡി ഇതിനു മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നാ കേട്ടോ. പിന്നെ റൈറ്റ് അവോഗാഡ്രോ നമ്പർ. അവോഗാഡ്രോ നമ്പർ എത്രയാ? 6.022 × 10⁻23. 1 മോൾ ഏത് സബ്സ്റ്റൻസ് എടുത്താലും അതിലുള്ള ആറ്റത്തിന്റെ എണ്ണം അല്ലെ മോളിക്യൂളിന്റെ എണ്ണമാണ് അവോഗാഡ്രോ നമ്പർ എന്ന് നമുക്കറിയാം. ദെൻ ഹൗ മെനി മോൾസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ 180 ഗ്രാം ഓഫ് വാട്ടർ? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് 180 ഗ്രാം ആണ്. വാട്ടറിന്റെ മോളാർ മാസ് എത്രയാണ്? H2O. 2 ഹൈഡ്രജൻ ഉണ്ട്. 2 ഓക്സിജന്റെ മാസ് എത്രയാണ്? 16. 16 2 18. 180 ഡിവൈഡഡ് ബൈ 18 ആയിരിക്കും നമ്പർ ഓഫ് മോൾസ്. അപ്പൊ എത്രയായിരിക്കും? 10. ഇവിടെ ഓൾറെഡി മോളിക്കുലാർ മാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മോളായിരിക്കും നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് 2021 തൊട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ കണ്ടത്. 2021, 22, 23, 24 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ നമുക്ക് മനസ്സിലായത് എന്താണ്? ഒന്ന് ആ ലോസ് ഉണ്ടല്ലോ, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അത് പഠിക്കുക. അതുപോലെ മൊളാലിറ്റി, മാസ് പെർസെൻറ്റേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പഠിക്കുക. പിന്നെ ലിമിറ്റിംഗ് റിയേജന്റ് മസ്റ്റ് ആയിട്ടും പഠിക്കുക. പ്രോബ്ലം ചെയ്യാനും പഠിക്കുക. അതുപോലെ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് കുറവോ കൂടുതലോ തന്നാൽ അതിന്റെ ലിമിറ്റിംഗ് റിയേജന്റ് കണ്ടുപിടിക്കാൻ അത് സിംപിളി ആ ഒരു പ്രോബ്ലം നമുക്ക് മനസ്സിലാക്കി നമ്മൾ ചെയ്യാൻ പഠിച്ചാൽ ബാക്കി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതുപോലെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഏകദേശം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റും.